ബെർമുഡ ട്രയാങ്കിളിനേക്കാൾ ഭീതി പടർത്തിയ മറ്റൊരു ട്രയാങ്കിളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നാണ് അലസ്ക. എന്നാൽ അവിടെയുള്ള ഒരു പ്രത്യേക പ്രദേശം പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെയും ലോകമെമ്പാടുമുള്ള ആളുകളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നു. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അലസ്ക ട്രയാങ്കിൾ. 1972 ഈ പ്രദേശം ലോക ശ്രദ്ധ നേടുന്നത്. അമേരിക്കൻ കോൺഗ്രസ് അംഗമായിരുന്ന ഹെയിൽ ബെക്സ് സഞ്ചരിച്ച വിമാനം പ്രദേശത്ത് വെച്ച് പൂർണ്ണമായി അപ്രത്യക്ഷമായി. മാസങ്ങളോളം നൂറുകണക്കിന് വിമാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനത്തിന്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല. പിന്നീട് അങ്ങോട്ട് വിമാനങ്ങളും വിനോദസഞ്ചാരികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അവിടെ ദുരൂഹമായ രീതിയിൽ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ ഭൂപ്രകൃതി വളരെ കഠിനമാണ്. കൂറ്റൻ മലനിരകൾ, കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കാടുകൾ. എന്തിനേറെ പറയണം, ഇവിടേക്ക് പോകുന്ന പലരും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. കൗതുകരമായ കാര്യമെന്തെന്നാൽ കാണാതാവുന്നവർക്കായി നടത്തുന്ന തിരച്ചിലുകളിൽ മൃതദേഹങ്ങളോ വസ്ത്രങ്ങളോ പോലും ലഭിക്കാറില്ല എന്നതാണ്. ബെർമുഡയിൽ ഒരു നൂറ്റാണ്ടിനിടെ 1000-ഓളം പേരെയാണ് കാണാതായതെങ്കിൽ അലസ്കയിൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾ കൊണ്ട് 20,000-ലധികം മനുഷ്യരാണ് അപ്രത്യക്ഷമായത്. എന്തിനേറെ പറയണം, അമേരിക്കയിൽ മിസ്സാകുന്ന ആളുകളുടെ എണ്ണത്തെക്കാൾ ശരാശരി നിരക്കിനേക്കാൾ കൂടുതലാണ് അലസ്ക ട്രയാങ്കിളിൽ മിസ്സാകുന്ന ആളുകളുടെ എണ്ണം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അലസ്ക ട്രയാങ്കിളിലെ കാണാതാകലുകൾക്ക് പിന്നിൽ പ്രകൃതി മാത്രമല്ല, അന്യഗ്രഹ ജീവികളാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പല UFO ഗവേഷകരും അവകാശപ്പെടുന്നത് അലസ്കയിലെ കഠിനമായ മഞ്ഞുമലകൾ താരെ മനുഷ്യർക്ക് കണ്ടെത്താനാകാത്ത അന്യഗ്രഹ ജീവികളുടെ രഹസ്യതാവളങ്ങൾ ഉണ്ടെന്നാണ്. എന്നാൽ അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്, ദ ഡാർക്ക് പിരമിഡ്. ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ വലിപ്പമുള്ള വിചിത്രമായ ഒരു കറുത്ത പിരമിഡ് അലസ്കയിലെ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും അതിൽ നിന്നുള്ള ശക്തമായ ഊർജ്ജപ്രവാഹമാണ് വിമാനങ്ങളെയും മനുഷ്യരെയും അപ്രത്യക്ഷമാക്കുന്നത് എന്നുമാണ് കോൺസ്പിരസി തിയറികൾ പറയുന്നത്. അതിലെ പ്രധാന കാരണം ഈ പ്രദേശത്തിലെ ആകാശത്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പുള്ള ഒബ്ജക്റ്റ് കണ്ടതായുള്ള ഒട്ടനവധി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇവിടെ മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വിചിത്രമായ ജീവികൾ ഉണ്ടാകാമെന്നും അവയുടെ ആക്രമണത്തിൽ പെട്ടുപോയതാകാമെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ഈ പ്രദേശത്ത് ശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ട് എന്നും അത് മനുഷ്യരുടെ ദിശബോധം തെറ്റിക്കുമെന്നും പറയപ്പെടുന്നു. ശാസ്ത്രം പല വിശദീകരണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അലസ്ക ട്രയാങ്കിൾ ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അവിടെ കാണാതായ 10,000-കണക്കിന് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. 20,000-ലധികം മനുഷ്യർ, വിമാനങ്ങൾ, കപ്പലുകൾ, ഒന്നിന്റെയും ഒരു അവശിഷ്ടം പോലുമില്ല. അലസ്കയിലെ ഈ മഞ്ഞുപാളികൾക്കും കഠിനമായ കാടുകൾക്കും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? ശാസ്ത്രം പറയുന്ന കാന്തിക തരംഗങ്ങളോ അതോ മറ്റെന്തെങ്കിലുമോ? ഇനി ആരും കാണാത്ത ഡാർക്ക് പിരമിഡ് സത്യമാണോ? അലസ്ക ട്രയാങ്കിൾ ഇതൊരു പ്രകൃതി ദുരന്തമാണോ അതോ മറ്റെന്തെങ്കിലുമോ?